ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നും. ഇതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സീസണിലൊന്നും ഇതില്ല. ഇനി ഇവരുടെയൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇത് മഹാന്മാർ പണ്ടത്തെ നമ്മൾ ആൾക്കാർ ആഘോഷിച്ചതാണ് എന്നിട്ടാണ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ് ആര്? ഈസാ നബി അലൈഹി സ്വലാം. 23 കൊല്ലം അവിടുന്ന് ജീവിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും എന്തായിട്ടാ ഈസാ നബിന്റെ ആഘോഷം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇസ്ലാമില് 2 ആഘോഷങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ഈദുൽ ഫിത്തറാണ്, ഒന്ന് ഈദുൽ അദ്ഹയാണ്. അതിന്റെ നിയമങ്ങളും അഹ്കാമുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ പുതിയൊരു ആഘോഷം, നബിദിനാഘോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവർ പറയുന്നത് അതല്ലാത്തൊരു ആഘോഷം കൂടി ഉണ്ടാക്കാന്നുള്ള കണ്ടെത്തലാണ്. നമുക്ക് അതിന്റെ ഒരു ക്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാണാം. റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട്. ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലർ കൊണ്ടാടുന്നുണ്ട്. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹി സ്വലാം നമ്മളെ നബിയാണ്. അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അന്നലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ. അതില് കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നുമില്ല. കേട്ടല്ലോ, എന്തെങ്കിലും പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ്. അതായത് ഓരോരുത്തര് അവരുടെ തലത്തിലാണ് പറയാണ്. സാധാരണ മുജാഹിദുകളെ കുറിച്ച് ഇവരെ ആളുകളെടുത്ത് വളരെ വലിയ രീതിയിൽ പ്രസംഗിച്ചു. ഇവരെ ഓരോരുത്തരും മുജ്തഹിദുകളാണ്. ഏതോ ഒരാളെ എഴുതിച്ചൊരു വാചകമുണ്ട്, അറബി കോളേജിൽ 1000കണക്കിന് മുജ്തഹിദുകൾ ഉണ്ടാക്കുകയാണെന്ന് ഏതോ ഒരു ആ വിഷയം അറിയാത്ത ഏതൊരാൾ എഴുതി വെച്ച വാചകം എടുത്തിട്ട് പറയാറാണ് പതിവ്. യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞതിൽ ഈസാ അലൈഹിസ്സലാമുമായി നമുക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ളതിലൂടെ ആർക്കും തർക്കമൊന്നുമില്ല. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഈസാ നബി മാത്രമല്ല, എല്ലാ നബിമാരെയും നമ്മളെ ആളുകൾ തന്നെയാണ്, ഒരു സംശയമല്ല. ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുമെന്നതിൽ നമുക്ക് സംശയമല്ല, ഒരു തർക്കവും നമുക്കില്ല. ഇവിടുത്തെ മർമ്മം എന്ന് പറയുന്നത് ഡിസംബർ 25 ലോകമാകെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഈസാ അലൈഹി ഇസ്ലാമിനെ അല്ല അവതരിപ്പിക്കുന്നത്. പുൽക്കൂടിൽ ദൈവപുത്രനായി ജനിച്ചു വീണ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണത്, ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നടത്തിയ പ്രയോഗം വഖാലുത്തഖദ റഹ്മാൻ വലദ, പിന്നെ പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ, നിങ്ങൾ ആ പറഞ്ഞത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എത്രത്തോളം ഗുരുതരമാണ്. തകാദു സ്സമാഉ യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ. ആ വാദം നിമിത്തം ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു പോവുകയും ചെയ്യുമാറായിട്ടുണ്ട്. എന്താ വാദം? അനിദുഉ റഹ്മാനി വലദ, പരമകാരുണ്യകന് കുട്ടിയുണ്ട് എന്ന അവരുടെ വാദം. അപ്പൊ ഒരു ക്രിസ്ത്യൻ സമൂഹവും ഇതിൽ നിന്ന് മുക്തമായി എന്ത് ചെയ്യണില്ല, ഇത് ആഘോഷിക്കണില്ല. ചിലരിത് ആഘോഷിക്കാത്തവരുണ്ട്. എന്നാൽ ഈ ആഘോഷം ജനിച്ചു വീണ മറിയമിന്റെ പുത്രനായ മനുഷ്യപുത്രനായ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെതാണെങ്കിൽ പോലും നമുക്ക് പറ്റൂല. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നാണ് വാദിക്കുന്നത്. അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യണില്ല, ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമല്ല. ഒരാൾ ഉണ്ടാക്കുക, മറ്റൊരാൾ തള്ളുക, വേറെ ആളുടെ എടുക്കുക, വേറെ ആൾ കൊള്ളുക, ഓരോരുത്തർക്ക് തോന്നിയത് പറയാ. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കണില്ല. അപ്പൊ ഉമർ ഖത്താബ് റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്ന ഒരു രംഗമുണ്ടല്ലോ, നബി അങ്ങയുടെ ഭാര്യമാർക്ക് ഹിജാബ് സ്വീകരിക്കാലോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അദ്ദേഹം അങ്ങാടിയിലാണ് പ്രസംഗിക്കല്ലോ, പ്രവാചകനോട് ഷൂറയാണ്. നബി 2 റക്അത്ത് നമുക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെ പിന്നെ മഖാം ഇബ്രാഹിമിൽ നിസ്കരിക്കാൻ പറ്റുമോ? ആഗ്രഹമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തിറങ്ങുന്നത് വരെ കാത്തിക്കാണ്. വതഖദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. അത് ഇസ്ലാമിലൊരു ഹുക്മ്, ഒരു ശറഅ പറയുന്നിടത്ത് അങ്ങനത്തെ ഒരു കാത്തിരിപ്പും ഒക്കെ ഉണ്ട്. അതാണ് ഖിബല മാറ്റത്തിന്റെ വിഷയത്തിലുണ്ട്. ആഗ്രഹമാണ് അവിടെ കാണുന്നത്. ആകാശത്തേക്ക് കണ്ണുയർത്തി ഇങ്ങനെ നോക്കുകയാണ്, ജിബ്രീൽ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യല്ല. ഇതിപ്പോ ഉസ്താദ് എന്താണ്, ഞമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളക്കെടുത്ത് കുടിച്ചിട്ട് പോകുമ്പോൾ ഞമ്മക്കൂടെ ആഘോഷിക്കാം, അതിന് കുഴപ്പമില്ല എന്നാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സീസണിലൊന്നും ഇതില്ല. ഇനി ഇവരുടെയൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇത് മഹാന്മാർ പണ്ടത്തെ നമ്മൾ ആൾക്കാർ ആഘോഷിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് വരും. അപ്പം പുതിയ ജനറേഷൻ ഒന്നും അറിയില്ല.
യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ബിദ്അത്ത് എന്ന് വിളിക്കുന്നത്. മാ എന്താ പറയുക, ഇസ്ലാം പൂർണ്ണമായതിനു ശേഷം മാ അഹ്ദസ ഫിദ്ദീൻ ബഅദൽ കമാൽ, ദീൻ പൂർത്തിയായതിനു ശേഷം ദീനിൽ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ഗുരുതരമാണ്. അതിന് ഒന്നാമത്തെ പ്രശ്നം അത് ലലാലത്താണ്, അത് വഴികേടാണ്. രണ്ടാമത്തെ പ്രശ്നം അത് നരകത്തിലേക്കാണ്. മൂന്നാമത്തെ പ്രശ്നം ആ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ ഹത്താ യദഅഹ, അത് ഉപേക്ഷിക്കുന്നത് വരെ അവന്റെ ബാക്കി അമൽ സ്വീകരിക്കൂല. നാലാമത്തെ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസറിലെ വെള്ളം നിരാകരിക്കപ്പെടും. അള്ളാഹ് പറയും അള്ളാഹുവിന്റെ റസൂലിനും ഈ വ്യക്തികൾക്കുമിടയിൽ മറയിടും. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുക, എന്തേ പഠിച്ചോനെ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം ദീനിൽ ഉണ്ടാക്കിയ പുത്തൻ ചര്യകൾ അവർക്ക് അറിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രല്ല ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടപ്രകാരം ദീനിൽ ആചാരം ഉണ്ടാക്കാമെന്ന് വന്നാൽ ഇമാം ഷാത്തബിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുള്ളത് ഫഖദ് സഅന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവർ വാദിക്കുന്നത് എന്ന നിലക്കാണ്. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക, അങ്ങനെ പറയാ, അവനാന്റെ വീട്ടിലിരുന്ന്, ഇതാണ് ഇപ്പൊ നടക്കുന്നത്. തള്ളുകഥകളാണെങ്കിലും കിതാബാണെങ്കിലും ഒക്കെ അതാണ് നടക്കുന്നത്. ഒരു അസലും ഇല്ലാത്ത, ദീനിലൊരു തെളിവില്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. മുസ്ല, ഇതില് ഈ പുരോഹിതന്മാർ ശരിക്കും ഇങ്ങനെ ഈ സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോയി എവിടെ എത്തും ഇത് യഥാർത്ഥത്തിൽ? ശരിക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന വലിയൊരു പുത്തനാചാരം, അതിനെ ന്യായീകരിക്കാൻ ഇവർ മുന്നോട്ട് വെക്കുന്നൊരു സംഗതിയാണ് മറ്റു മതസ്ഥരൊക്കെ അവരെ ആഘോഷങ്ങൾ നന്നായി കൊണ്ടാടുന്നില്ലേ, മുസ്ലിങ്ങൾക്കും അതാകാലോ എന്നാണ് ഒരു തലം. ഇതൊന്നുകൂടി അധികം, അഥവാ പിന്നെ ഈസാ നബിയുമായിട്ട് നമ്മൾക്കാണുള്ള അടുപ്പം, അപ്പം നമുക്കത് ആഘോഷിക്കാമല്ലോ. ശരിക്ക് എന്താണ് പൗരോഹിത്യം എന്നതിവിടെ തെളിയാണ്. ഈസാ നബി അലൈഹി സ്വലാമക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത കാര്യമാണ് പിന്നെ വറഹ്ബാനിയത്തൻ ഇബ്തദഊഹ, അതായത് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഒരു പുതിയ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ഉണ്ടാക്കി കൊണ്ടുവരും. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം, അൽ ഇബ്തിദാഉ ഫീ ദീനില്ല മാലം യഉമുർ ബി ഇല്ല, അള്ളാഹ് കൽപ്പിക്കാത്ത ഒന്നാണ്. ഇപ്പോൾ ഈ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകൾ ഖുർആൻ പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം മുതൽക്കുള്ള മറിയം ബീവി അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ എവിടെയും എന്തില്ല, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ നിങ്ങൾ ഇങ്ങനെ ആയി കാണണം എന്ന് എവിടെ ഒരു അക്ഷരം കൊണ്ട് പോലും കാണൂല. ഇതാണ് ശരിക്കും പൗരോഹിത്യം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടി വിജയിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊന്ന് അതേ ആയത്തിൽ തന്നെ പറയാണ്, ഫമാ റഔഹ ഹക്കരി ആയത്തിയ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക എന്നതാണ് പ്രധാനം. പക്ഷേ അങ്ങനെ അവർ ചെയ്തില്ല. അഥവാ അള്ളാഹ് ഏത് രൂപത്തിലാണോ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിന്നെ ശാസനകളെ സ്വീകരിക്കാൻ പറഞ്ഞത്, ആ പണി ഈ പൗരോഹിത്യം ചെയ്തു പോരാത്തൊരു പണിയാണ്. അവർ നേരെ തിരിച്ചാണ്. ഇത് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം പിന്നെ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ മനസ്സിനെ കൊണ്ടുപോവുക എന്ന രീതി വലിയ അപകടമാണ്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഖുർആൻ നമുക്ക് താക്കി നൽകിയ കാര്യമാണ്, എന്തും അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ഇപ്പോൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് ചെയ്യാം, പ്രശ്നമില്ല, ചെയ്യാം എന്നാണ്. ഇത് നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുക എന്നത് ഖുർആൻ ശക്തമായി വിലക്കിയ കാര്യമാണ്. വലാ തഖൂലു ലിമാ തസിഫു അൽസിനത്തുകുമുൽ കദിബ ഹാദാ ഹലാൽ വഹാദാ ഹറാം, ഇത് ഹലാല് ഇത് ഹറാം എന്ന് പറയാനല്ല അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത്. നമുക്കിഷ്ടമുള്ളത് ഇങ്ങനെ ഹലാല് ഹറാമാക്കുകയല്ല. ഏത് ഹലാല് ഏത് ഹറാം വ്യക്തമാണ്. ഇനി ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വയദ്ഖുലു ഫീ ഹാദാ കുല്ലു മൻ ഇബ്തദഅ ബിദ്അ ലൈസ ഫീഹാ മുസ്തനദുൻ ശർഈയ്യുൻ, ശർഈയായി രേഖയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാം ഇതിൽ ഈ ആയത്തിന്റെ ഉള്ളിൽ അതൊക്കെ വരും. അതായത് ഔ ഹല്ലല ശൈഅൻ മിമ്മാ ഹറമല്ലാഹ്, അള്ളാഹ് ഹറാമാക്കി ഒന്ന് ഹലാലാക്കുക. അപ്പോൾ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് നിഷിദ്ധാണ്, അത് ഹലാൽ എന്ന് പറയാം. ഔ ഹറമ ശൈഅൻ മിമ്മാ അബാഹല്ലാഹ് ബി മുജറദി റഈഹി വ തശ്ഹീഹി, ഇതാണ് പ്രധാനം. വളരെ ക്ലിയർ ആണ്. ബി മുജറദി റഈഹി വ തശ്ഹീഹി, ഒരഭിപ്രായം, ഓൻ്റെ ആഗ്രഹം. ആ ഉസ്താദിന് ഇങ്ങനെ തോന്നുന്നപ്പോൾ അത് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇവർ ഈ ഉസ്താദന്മാർ പലപ്പോഴും കുടുങ്ങൽ എന്താ വെച്ചാൽ, ഇപ്പോൾ പലതിലും ഉണ്ട് അങ്ങനെ, പല വിഷയത്തിലും ഈ കുടുങ്ങലുണ്ട്. ആളുകൾ ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഇവരെ ഇഷ്ടത്തിക്കൊണ്ട് പ്രവേശിക്കും. അപ്പോൾ ഇത് വളരെ ഗുരുതരമായി ഖുർആൻ താക്കി നൽകിയ കാര്യമാണ്. ഇനി അതുമല്ല, ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഉൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ് ആര്? ഈസാ നബി അലൈഹി സ്വലാം. 23 കൊല്ലം അവിടുന്ന് ജീവിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും എന്തായിട്ടാ ഈസാ നബിന്റെ ആഘോഷം എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് എന്ത് പറഞ്ഞു? ലാ തുത്തുറൂനി കമാ അത്തറത്തിൻ നസ്വാറ, നസ്രാണികൾ അമിതമായി ഈസാ നബിനെ പുകഴ്ത്തിയ പോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തും വാഴ്ത്തുകയും ചെയ്യും, ഞാൻ അള്ളാന്റെ അടിമി റസൂലാണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതാണ് സ്വഹാബികൾ എത്ര കാലം ജീവിച്ചു, ഉത്തമ തലമുറയിൽപ്പെട്ടവര്. അപ്പൊ അവർക്കൊന്നും ഇത് പരിചയമില്ല. ഈസാ നബിയുമായിട്ട് ഏറ്റവും അടുത്ത നമ്മളാണ്. അപ്പൊ നമ്മളെക്കാൾ അടുത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചെയ്തിട്ടില്ല. ഇനി അതുമല്ല, സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞ ശ്രദ്ധേയമായൊരു കൗല് അഹ്ലുസുന്നയുടെ അദ്ദേഹത്തിന് ശേഷമുള്ള ഇമാം, പ്രത്യേകിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീം വലിയ ചർച്ചയാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ ഈ പ്രശ്നത്തിനൊക്കെ ഭയങ്കര ചർച്ചയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, മൻ ഫസദ മിൻ ഉലമാഇനാ ഫഫീഹി ശിബ്ഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിലെ ഉലമാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അറിവുണ്ട്, പക്ഷേ അറിവുണ്ടായിട്ട് പോലെ എന്തൊക്കെ പിന്നെ വേണ്ടാത്തരങ്ങൾ അങ്ങനെ കാട്ടുകയാണ്, അത് ജൂതന്മാരുമായിട്ട് അവർക്ക് സാദൃശ്യം ഉണ്ടെന്നാണ്. ഒമൻ ഫസ്ദ മിൻ ഉബാദിനാ ഫഫീഹി ശിബ്ഹും മിനൻ നസ്വാറ. കുറേ ആരാധനകൾ അങ്ങനെ ചെയ്യുക, പക്ഷേ ആരാധന രൂപമുണ്ട്, ആരാധന ഇസ്ലാം പഠിപ്പിച്ചതല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നസ്രാണികളുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടം സമൂഹം തിരിച്ചറിയണം. ഇത് വേഷം കണ്ടിട്ടോ അല്ലെങ്കിൽ കുറേ ആയത്തോതിയിട്ടോ അല്ലെങ്കിൽ ഓലെ സംസാര വൈഭവം കൊണ്ടോ ഒന്നല്ല ദീനിനെ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനാകാത്ത ഒന്ന് ഇന്നും ദീനല്ല. അതാണ് ഇസ്ലാമിന്റെ. അപ്പോൾ പൗരോഹിത്യത്തിന് ഇസ്ലാമിൽ എന്തില്ല, ഒരു സ്ഥാനമില്ല. ശരിക്കും വളരെ ലളിതമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തുമ്മിയപ്പ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയുന്നത് അത് തിരുത്താണ്, പറ്റൂല എന്ന് പറയും. മാത്രമല്ല ഇപ്പൊ ഈ ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറില് സാധാരണ കൗമ ഇങ്ങനെ ഒന്നെടുക്കുമ്പോ ഈ കൈ കഴുകുമ്പോ ഒരു ദ്വാ, മുഖം കഴിക്കുമ്പോ വേറെ ദ്വാ, അതൊക്കെ അതിനെ പറ്റി മൊത്തം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഖദഫ്തു അസലില്ലാത്തത് കൊണ്ടാണ്, അസലില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയിൽ നിന്ന് വരാത്തത് കൊണ്ടാണ് ഈ ദ്വാ ഞാൻ ഉപയോഗിക്കണില്ല, ഞാൻ പഠിപ്പിക്കണില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അദ്കാറിന്റെ കാര്യത്തിൽ പോലും അത്ര ശ്രദ്ധ കാണിച്ച പണ്ഡിതന്മാരും സലഫുകളും ഉണ്ടായിരിക്കുകയാണ് ഇവരെന്ത് ചെയ്യണത്. അതിപ്പോ നമ്മളെ ആളല്ലേ, നമുക്കാണ് നടത്താം. അതും അവര് നടത്തുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ്. അതിലൊരു ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അവിടെയാണ്. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ ഈ സംസാരം കേട്ടപ്പോൾ ഈസാ നബിയായിട്ട് മൂസ അലൈഹി സൂചിപ്പിച്ച ഏറ്റവും അടുത്ത ആള് ഞങ്ങളാണ്, മുഹമ്മദ് നബിയാണ് അടുത്തത് അദ്ദേഹം പറഞ്ഞു. നാളെ നമ്മുടെ സമൂഹം, ഇവിടെയുള്ള മുസ്ലിങ്ങളായ ആളുകൾ യഥാർത്ഥത്തിൽ ഇത് ആഘോഷിക്കുന്ന അവസ്ഥ ഇല്ലാതെയാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹം തിരിച്ചറിയുകയും ആ തിന്മകൾക്കെതിരെ എല്ലാ ആളുകളും ശക്തമായിക്കൊണ്ട് തീർച്ചയായും ഇത്തരം ആഘോഷങ്ങൾ അതാത് സമൂഹങ്ങൾ അവർ ആഘോഷിച്ചോട്ടെ. നമ്മുടെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ വെച്ച് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇത്തരം ആഘോഷങ്ങളിൽ മുസ്ലിം നിങ്ങൾ ഒരു മതവിഭാഗമാണെങ്കിൽ നിങ്ങളെ മതത്തിൽ നമ്മളും നമ്മളെ മതത്തിൽ നിങ്ങളും അങ്ങനെയാണ് കൂടിക്കൊഴമ്പിയാലേ ഇവിടുത്തെ മതസൗഹാർദ്ദം ആകൂ എന്ന് പറയുന്നതിന് 100% നമ്മൾ നിരാകരിക്കുകയാണ്. ഇപ്പൊ ഗാന്ധിജിയും മൗലാന ആസാദും ഒരേ സമരപന്തലിൽ ഇരുന്നിട്ടുണ്ട്. മൗലാന ആസാദ് ലഹ്റു നിസ്കരിക്കാൻ പോകുമ്പോൾ ഗാന്ധിജി വന്ന് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി റുക്കൂ സുജൂദും ചെയ്തിട്ടില്ല. മനുഷ്യ സൗഹാർദ്ദമാണ് എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് അവർക്ക് അവകാശമുണ്ട്, അവർ ആഘോഷങ്ങൾ ഏർപ്പെട്ടോടെ. പക്ഷെ മുസ്ലിമിൽ ഒരിക്കലും അത്തരം ആഘോഷങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്.